ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. മാരിനേഷൻ ഓൾറെഡി കഴിഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നത്തൊന്ന് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ചെയ്തതാണ്. മാരിനേഷൻ ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് സോയാ സോസ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഉണ്ടെങ്കിൽ അതൊന്ന് വറവിടുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അയക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ റമദാനക്ക് എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പത്തിരിയും വെജിറ്റബിൾ കുറുമ പിന്നെ ഈ ഒരു ചിക്കൻ ചില്ലി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയതിൻ്റെ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ സമൂസക്കൊക്കെ വേണ്ടിയിട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അതിൽ കുറച്ചെടുത്തിട്ട് ഏകദേശം ഒരു 2 ഉള്ളിൻ്റെ ഒരു കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടത് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് റവ ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കം, പിന്നെ 1 ടീസ്പൂണ് വിനെഗർ, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കെച്ചപ്പ് ഇട്ടാം. ഒരു 3-4 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുടുവെള്ളം, ഒരു ഗ്ലാസ് അതിൻ്റെ ആ ഒരു കണക്കിന് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട, നമുക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ചിക്കനിൽ ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കുന്നത് വരേക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഈ ഒരു ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ്, നമ്മൾ കല്യാണം വീടിൽ നിന്നൊക്കെ കഴിക്കുമല്ലോ അതുപോലെയുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെയുള്ള നല്ല റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.